ദൈവത്തിന് സ്തുതി. ഏറ്റവും സ്നേഹമുള്ളവരെ, ഇന്ന് മാതാവിൻ്റെ പെരുന്നാൾ ദിവസമാണ്. മദർ ഓഫ് ദ ചർച്ച്, സഭാമാതാവിൻ്റെ പെരുന്നാളാണ്. ഇന്ന് കുർബാനയിൽ വായിച്ച സുവിശേഷ ഭാഗം സുവിശേഷം 19-ാം അധ്യായത്തിലാണ്. അവിടെ നമ്മൾ വായിക്കുകയാണ്, ബിഹോർ യുവർ മദർ, ബിഹോർ യുവർ സൺ. യേശു കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്ന വചനമാണ്. യേശുവിന്റെ ശരീരത്തിൽ നിന്നും കട്ട പിടിച്ച അവസാനത്തെ രക്തം പോലും ഊർന്നു വീണ് മരണത്തിന്റെ വിളി അടുത്തെത്തിയിരിക്കുന്ന അവസരത്തില് യേശു പരിശുദ്ധ അമ്മയെ, നമ്മുടെ എല്ലാവരുടെയും അമ്മയായിട്ട് ഈശോ നൽകുകയാണ്. ബിഹോർ യുവർ മദർ, ബിഹോർ യുവർ സൺ. അവസാനത്തെ രക്തത്തിൽ നിന്നും പറയുന്ന വചനമാണ്, നിന്റെ പുത്രനെ കാണുക. അത് യോഹന്നാനോട് മാത്രമായിട്ട് പറഞ്ഞതല്ല, നമ്മളോട് ഓരോരുത്തരോടുമായിട്ട് പറഞ്ഞതാണ്. ബിഹോർ യുവർ മദർ, അമ്മ ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ അമ്മ. നമുക്കറിയാം, കുരിശിൽ കിടന്നുകൊണ്ട് യേശു 7 തിരുവചനങ്ങൾ പറയുന്നുണ്ട്. പിതാവേ, ഇവരോട് ക്ഷമിക്കണമേ, ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ഇവർ അറിയുന്നില്ല. അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു, എനിക്ക് ദാഹിക്കുന്നു. ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ. എല്ലാം പൂർത്തിയായി. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു? അങ്ങയുടെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ആ വചനത്തിന് മുമ്പാണ് യേശു പറയുന്നത്, ഇതാ നിന്റെ അമ്മ. പരിശുദ്ധ അമ്മയുടെ രൂപം ഇവിടെ ഇരിപ്പുണ്ട്. എത്രയോ മനോഹരമായ രൂപമാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അരുണാചൽ പ്രദേശില് ഒരു കോൺവെന്റിലാണ്. അവിടെ ഇന്ന് ദൈവബലി അർപ്പിച്ചു, ഇംഗ്ലീഷിലുള്ള ദൈവബലി. അപ്പോൾ ഇവിടെ മാതാവിനോട് പ്രത്യേകമായ ഭക്തിയുള്ള സിസ്റ്റേഴ്സും വൈദികരും അതുപോലെ കുട്ടികളുമായിരുന്നു. ധാരാളം കുട്ടികൾ ഈ കുർബാനയിൽ പങ്കെടുത്തു. ഇതാ നിന്റെ മകൻ. ആ ഇതാ നിന്റെ മകൻ എന്ന് പറയുന്ന അമ്മയുടെ ആ വചനമാണ് നമ്മള് ഫാത്തിമയിൽ കണ്ടത്. ഫാത്തിമയില് മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ജപമാല ചെല്ലുവാനായിട്ടാണ് ലൂസിയോട് പറഞ്ഞത്. ലൂസി, ജസീന്ത, ഫ്രാൻസിസ്കോ, ഇവർക്ക് 3 പേർക്കാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത്. ജപമാല ചൊല്ലുക. ഇന്ന് ലോകത്തെ മുഴുവനും നയിക്കുന്നത്, ശക്തിപ്പെടുത്തുന്നത് ജപമാലയാണ്. ജപമാല ചെല്ലാൻ വിമുഖത കാണിക്കുന്നവരാണ്. എന്റെ പിതാവ് എല്ലാ ദിവസവും ഓരോ മക്കൾക്ക് വേണ്ടിയിട്ടും ജപമാല ചെല്ലുന്ന പിതാവായിരുന്നു. 9 ജപമാലയും അതുപോലെ തന്നെ പൊതുവായിട്ട് എല്ലാവരുടെയും കൂടി ചെല്ലുന്ന ഒരു ജപമാലയും ഉണ്ടായിരുന്നു. എന്റെ അപ്പന്റെ ആ ജപമാലകളാണ് ഞങ്ങളെ 2 പേരെ വൈദികരാക്കിയത്. എന്റെ അനുജൻ ബിഷപ്പ് ബെനി ആയിത്തീർന്നതുമൊക്കെ അരുണാചൽ പ്രദേശ് ഇറ്റാനഗറില്. അതുപോലെ 2 സിസ്റ്റേഴ്സും ജപമാല ചെല്ലുന്ന കുടുംബങ്ങളെ ഒരിക്കലും അമ്മ ഉപേക്ഷിക്കുകയില്ല. മദർ ഓഫ് ദ കലീസ, മദർ ഓഫ് ദ ചർച്ച്, സഭയുടെ മാതാവ് എന്ന് പറയുമ്പോൾ അതാണ് അർത്ഥമാക്കുന്നത്. ജപമാലയിലാണ്. മാതാവ് ലൂർദിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ ബെനഡിക്റ്റോട് പറഞ്ഞത് ജപമാല ചെല്ലാനായിട്ടാണ്. മാതാവ് പറഞ്ഞതനുസരിച്ച് അവിടെ ബെന്നിത്ത അവിടെ ഒരു ചെറിയ കുഴി ഉണ്ടാക്കി. ആ കുഴിയിൽ നിന്നും വെള്ളം കുടിച്ചു. അവിടെയുള്ള പച്ച ഇലകൾ തിന്നു. മാതാവിന്റെ നിർദ്ദേശമായിരുന്നു. അവളുടെ ആസ്മയും മറ്റു രോഗങ്ങളും പൂർണ്ണമായിട്ട് വിട്ടുമാറി. ഇതുപോലെ ലൂർദ് മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ശാരീരിക രോഗങ്ങൾ നമുക്ക് വരും. നമുക്ക് വേണ്ട മരുന്നുകൾ മാതാവിനോട് നമുക്ക് ലഭിക്കും. മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ശാരീരികമായ രോഗങ്ങൾ മാറുന്നത് 1000 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. മനോഹരമായ ലൂർദ് മാതാവിന്റെ ഒരു രൂപത്തിന് മുമ്പിലാണ് ഞാൻ ഇന്ന് പറയുന്നത്. ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു, ലൂർദിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. ഇവിടെ മാതാവിന്റെ രൂപത്തോട് ചേർന്ന് ഒരു വേളാങ്കണ്ണി മാതാവിന്റെ രൂപമുണ്ട്. ആരോഗ്യ മാതാവ് എന്നാണ് പറയുന്നത്. ഈ മാതാവ് നമുക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകുന്ന ആവേ മരിയ, ആവേ മരിയ. ഞാൻ തന്നെ ഒരു പാട്ട് എഴുതിയത് ഞാൻ ഓർക്കുക. നിർമ്മലമാം പൊന്മലരെ, നീതി വിളങ്ങും പേടകമേ, നിത്യവിശുദ്ധേ കന്യാമേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. അമ്മയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ മാതാവ് ഏറ്റവും ഒടുക്കം പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് മെഡ്ജുഗോറിയയില് സെപ്റ്റംബർ 8-ാം തീയതി നിൽക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ട്. മാതാവിന്റെ പിറവി തിരുനാൾ. അന്ന് മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ നൽകിയ
മാതാവ് നൽകിയ സന്ദേശങ്ങളാണ് ക്ഷമിക്കുന്നവരാവുക, പ്രാർത്ഥിക്കുന്നവരാവുക, ശാലമുള്ളവരാവുക, വിശ്വാസമുള്ളവരാവുക, അനുതപിക്കുക. മാതാവ് പ്രത്യേകമായിട്ട് പറയുന്നത് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. രോഗങ്ങൾക്ക് ഓരോ വചനങ്ങൾ, എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും ബൈബിളിൽ വചനമുണ്ട്. ആ വചനങ്ങൾ 250 പ്രാവശ്യം ചൊല്ലണമെന്ന ഞാൻ ഓർക്കുന്നത്. ജെറമിയ 17:14 Lord heal me, I will be healed. Lord save me, I will be saved. ഇന്നൊരു കൊച്ച് ഇവിടെ വന്നപ്പോൾ രോഗിയാണ്. അവളുടെ മുഖമൊക്കെ വെളുത്ത കളറാണ്. ഞാൻ അവളോട് പറഞ്ഞത്, മകളെ നീ പ്രാർത്ഥന ചെയ്യുക, കർത്താവേ എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും, രക്ഷിക്കണമേ, ഞാൻ രക്ഷപ്പെടും. അമ്മയോട് ചേർന്ന് അമ്മയ്ക്ക് സങ്കീർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് അറിയാം, പഴയ നിയമങ്ങൾ കൃത്യമായിട്ട് അറിയാം. പ്രത്യേകിച്ച് ഈ വചനം കേൾക്കുന്നവരെ, നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സങ്കീർത്തനങ്ങൾ നമ്മൾ കാണാപ്പാഠം പഠിക്കണം. അത് പല പ്രാവശ്യം ആവർത്തിക്കണം. 6 മണിക്കൂറൊക്കെ ഇരുന്ന് പ്രാർത്ഥിച്ച് വലിയ ഓപ്പറേഷൻ, ക്യാൻസറിന്റെ ഓപ്പറേഷനൊക്കെ സൗഖ്യപ്പെടുത്തി ഞാൻ ഓർക്കുകയാണ്. ഇതുപോലെ മാതാവിന്റെ പെരുന്നാളിന്റെ ദിവസം ഡൽഹിയിൽ ധ്യാനം നടത്തിയ സിസ്റ്റേഴ്സ് ഉണ്ട്. ആ സിസ്റ്ററിന് ബ്രസ്റ്റ് ക്യാൻസർ ആണ്. കാഴ്ചവെപ്പിന്റെ സമയമായപ്പോൾ അപ്പവും വീഞ്ഞും എടുത്ത് സീറോ മലബാർ കുർബാനയിൽ ഞാൻ ഇങ്ങനെ പിടിച്ചുകൊണ്ട് ചെന്നു, സിസ്റ്ററിന്റെ രോഗങ്ങള് കർത്താവിന്റെ മുമ്പിലേക്ക് കൊടുക്കുക. സിസ്റ്റർ ഇതിന്റെ മുമ്പിൽ നിന്നു. സിസ്റ്റർ ഈ കാശിയോടും പീഡാസിയോടും ചേർന്ന് നിന്നു. പ്രിയമുള്ളവരെ, ആ കർത്താവിന്റെ രക്തത്തിലേക്ക്, തിരു ശരീരത്തിലേക്ക് ചേർത്ത് വെച്ചപ്പോൾ ആ സിസ്റ്ററിന് ക്യാൻസർ രോഗം പൂർണ്ണമായി. അമ്മ അവിടെ സന്നിഹിതയായി എന്ന് ഞാൻ പറയും. ഈശോയുടെ ശരീരത്തോട്, രക്തത്തോട് ചേർത്ത് വെക്കണമെന്നാണ് സഭാമാതാവ് പറയുന്നത്. 24 സുജൂറിസ് ചർച്ചസ് ഉണ്ട് നമ്മുടെ സഭയിൽ. എല്ലാ സഭകളിലും മാതാവിന്റെ പ്രത്യേകമായ തിരുനാൾ ആഘോഷിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം നിങ്ങൾക്ക് ലഭിക്കട്ടെ. കനായിലെ കല്യാണ വിരുന്നിലേക്ക് കടന്നു വന്ന അമ്മ, അവർക്ക് വിഞ്ഞില്ല എന്ന് പറഞ്ഞു. ഈശോ അവസാനം പറയുന്നു, behold your daughter, behold your mother, behold your mother, behold your son. അമ്മയെ നീ എടുക്കുക, അമ്മയെ കൊണ്ടുപോവുക. അമ്മയെ എടുത്തുകൊണ്ട് പോയത് യോഹന്നാൻ, കൊണ്ടുപോയത് യോഹന്നാന്റെ ഭവനത്തിലേക്കാണ്. നമ്മുടെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മയെ കൊണ്ടുപോകുന്നവരാകാം. അമ്മ നമ്മെ അനുഗ്രഹിക്കും. ദൈവമേ നന്ദി. അമ്മേ മാതാവേ, അമ്മയുടെ തിരുമുമ്പിലേക്ക് ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന ഈ അരുണാചൽ പ്രദേശില് ഈ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകട്ടെ. ഇവിടെ പഠിക്കുന്ന 100 കണക്കിനുള്ള കുട്ടികളെയും എല്ലാവരെയും അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരെയും സമർപ്പിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥനായി സമർപ്പിക്കുന്നു. അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. ആമേൻ. സ്നേഹമുള്ളവരെ, നിങ്ങളെല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അമ്മയെ കുറിച്ചുള്ള 36 പെരുന്നാളുകളുണ്ട്. എല്ലാ പെരുന്നാളിനും എനിക്ക് എവിടെയെങ്കിലും കുർബാന ചെല്ലുവാനായിട്ട് കിട്ടും. നമ്മളെ ദൈവം അനുഗ്രഹിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥം നിങ്ങളോടുകൂടി ഉണ്ടാകട്ടെ. ആമേൻ.